നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത്? കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ചെറുക്കന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ. അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അവരെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും വരുന്നില്ല. അനാമികയെ അറിയാത്തവര് കേരളത്തിൽ ചുരുക്കമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാർത്ത ഒരുപാട് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ആ ഒരു അനാഥയായിട്ടുള്ള പെൺകുട്ടീനെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം. എന്തായാലും അനാമികയുടെ ഡെലിവറിയെ പറ്റിയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 7ാമത്തെ മാസത്തിൽ ഈ പെൺകുട്ടി പ്രസവിച്ചതാണ് ഇപ്പം മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. 9 ദിവസത്തിന് മുന്നേ ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് 7ാമത്തെ മാസത്തിൽ ഈ പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ പെൺകുട്ടി പ്രഗ്നന്റ് അല്ലായിരുന്നു. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രായം എത്രയാണ്? പ്രത്യേകിച്ച് അനാമിക ഏതോ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വയസ്സെങ്ങാണ്ട് തികഞ്ഞിട്ടുള്ളെന്ന്, ഏതാണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ സമയത്ത് പെൺകുട്ടിക്ക് ഒരു 10-15 വയസ്സെങ്ങാണ്ടേ വരത്തുള്ളൂ. ഏതോ ഒരു പോക്സോ കേസിൽ പെടുത്തുന്ന ഒരു കാര്യമാണെന്ന്. അങ്ങനെയാണ് ഈ ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ആ പെൺകുട്ടി പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് ഈ അനാമികയോ ഈ വിഷ്ണുവൊക്കെയാണ് ഒരു ആൻസർ തരേണ്ടത്. വേറെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ അമ്മ ഒരു ഓർഫനേജ് നോക്കി നടത്തുന്നുണ്ട്. ആ ഒരു ഓർഫനേജിലായിരുന്നു ഈ അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അങ്ങനെയെങ്കിൽ ആ ഓർഫനേജിന് എന്തുമാത്രം സുരക്ഷിതമുണ്ട്? ആ ഓർഫനേജിന്റെ ഭാഗത്ത് നിന്നും ഭയങ്കര വീഴ്ചയൊക്കെയല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ഷീ ടോക്സിൽ വന്ന ആ ഒരു വാർത്ത കണ്ടിട്ട് വരാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത്? കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ലാസ്റ്റ് വന്ന 8 മാസം ആവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ജൂലൈ അവസാനമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 9 മാസം പൂർത്തിയാകുന്നത്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 മാസം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. ഈ ഉദയാന്റി പറഞ്ഞത് 10-25 ദിവസം കൂടി ഉണ്ട് ഇനിയും യഥാർത്ഥ ഡ്യൂ ഡേറ്റിന്. എന്നാൽ പോലും ജൂൺ ലാസ്റ്റ് 8 മാസമല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഏത് ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് 8ാം മാസത്തിൽ ഡ്യൂ ഡേറ്റ് തരുന്നത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിഷ്ണു അനാമിക അവരുടെയൊക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന 7 മാസത്തെ പ്രസവം എങ്ങനെ സംഭവിച്ചു, പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ ഇതിനകത്ത് ഈ പുള്ളിക്കാരത്തി എടുത്തു വെച്ച് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ഒരു ഡേറ്റും കല്യാണം കഴിഞ്ഞ ഒരു ഡേറ്റും ഭയങ്കര മിസ്മാച്ചിങ് ആണ്. അപ്പൊ ആ ഒരു ഡേറ്റ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 8 മാസം ആകുന്നതേ ഉള്ളൂ. ഏത് ഗൈനക്കോളജിസ്റ്റ് ആണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡേറ്റ് തന്നതെന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പോരാത്തതിന് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 7ാം മാസത്തിനകത്ത് ഈ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിനകത്ത് ഈ ഒരു 4 ദിവസം കൊണ്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കത്തില്ലെന്ന് അങ്ങനെയുള്ള രീതിയിലും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കാണാം. നോർമലി ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് അറിയപ്പെടുന്നത് 9 മാസമാണ്, അല്ലാതെ 8 മാസമല്ല. 9 മാസം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഇനിയും 10-25 ദിവസം ഉണ്ട് എന്ന ആ ഒരു കണക്ക് പ്രകാരം 8 മാസേ ആവുന്നുള്ളൂ. ശരിക്കും പ്രസവം നടന്നിരിക്കുന്നത് 7.5 മാസത്തിലാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം. തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നിരിക്കാം. മേ ബി ഈ വിഷ്ണുവിന് വല്ല അബദ്ധവും പറ്റി. കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് അനാമിക, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാനുള്ള പാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മേ ബി ഇവർ തമ്മിൽ വല്ല റിലേഷനും ഉണ്ടായിരുന്നിരിക്കാം. അബദ്ധത്തിൽ എങ്ങാനും പ്രഗ്നന്റ് ആയി പോയിരുന്നിരിക്കാം. പുള്ളിക്കാരൻ 2 മാസത്തെ വെക്കേഷൻ എങ്ങാനും എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഓഗസ്റ്റ് ലാസ്റ്റിൽ എങ്ങാനും വന്നു എന്നാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതോ ഇന്റർവ്യൂവിൽ വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. ഓക്കെ, ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രായം എന്താണ്? അതൊരു ചെറിയ പ്രായമല്ലേ? എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടീനെ തന്നെയല്ലേ ആ പയ്യൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ പെൺകുട്ടി മൈനർ ആണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ഭയങ്കര വാർത്തയാക്കി ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഇവരാരെ അറിയിപ്പിക്കാണ്ട് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചപ്പോൾ അതല്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. ബാക്കി കൂടെ കേൾക്കാം. പെട്ടെന്ന് തന്നെ ഉടനടി കല്യാണം നടത്തി കാണാം. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടീന്റെ ഈ ഒരു സിറ്റുവേഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. കേസും കാര്യങ്ങളൊക്കെ ആകും. കാരണം 18 വയസ്സായിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്ത്. അങ്ങനെ എങ്ങാനാണ് ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ മൈനർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നം വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നിരിക്കാം. അതുകൊണ്ട് ഒരു രീതിയിൽ അവർ കല്യാണം നടത്തിയതായിരിക്കാം. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടൊരു പോയിന്റ് ആണ്. അതായത് നോർമലി ഉള്ള
പ്രഗ്നന്റ് ആയി ആദ്യത്തെ 3-ാം മാസത്തിലാണ്, അതായത് 11-12 ആഴ്ചകളിലാണ്, 3-ാം മാസത്തിന്റെ അവസാനങ്ങളിലേക്കാണ് ആദ്യത്തെ സ്കാനിങ് ഉണ്ടാവുക. മറ്റേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ ഇല്ലേ, നോർമലി അങ്ങനെയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു പടം നമ്മുടെ അനാമികയ്ക്കും ഉണ്ട് കേട്ടോ. അതായത് സ്കാനിങ്ങിന്റെ ആ ഒരു 3D ഇമേജ് ഉണ്ടല്ലോ, 2D ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള, അത് അനാമിക ഷെയർ ചെയ്തേക്കുന്നത് ജാനുവരി 1 ആണ്, 2025 ജാനുവരി 1-2 ജാനുവരി 1 ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോ അന്ന് 3 മാസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എപ്പോ പ്രഗ്നന്റ് ആയിരുന്നിരിക്കണം? സെപ്റ്റംബർ ലാസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ജാനുവരിയിൽ അനാമികയ്ക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1st വീക്ക്, കല്യാണത്തിന് മുന്നേ തന്നെ. ഓക്കെ, അത് ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടൊരു പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ കുഞ്ഞുവാവേന്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മോളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയത്തില്ല മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർ ആയിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിഷ്ണുവിടെ അനാമികയുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പോക്സോ എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടി മൈനർ ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കേസിൽ പെടുന്ന കാര്യം തന്നെയാണ്. നിലവിൽ അവർക്ക് രണ്ടുപേർക്കും യാതൊരുവിധ ഇഷ്യൂ ഇല്ല, അവർ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അത് മാത്രമല്ല, ആ ഓർഫനേജിനെതിരായിട്ട് ആരൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മുമ്പേ ജോലി ചെയ്ത വാർഡനും കണ്ട് അത് ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലോഗ്സിന്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ അവൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കല്യാണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിനകത്ത് വളരെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ഓർഫനേജിനെ കുറിച്ചുള്ള സുരക്ഷയെ കുറിച്ചൊക്കെ ഒരു ചോദ്യം വരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോക്സോന്റെ വിഷയം വരും, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ വരും. ഇത് മാത്രമല്ല, 9 ദിവസത്തിന് മുന്നേ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആ ചെറുക്കന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ, അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ്. നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇവർ പറയുന്നതിൽ പിന്നെ സത്യാവസ്ഥയാണെന്ന് പറയും. ഇതിപ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുന്നതാ, സ്ഥാപനത്തിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവര് പറയട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഇല്ലെങ്കിൽ ഇവരെ മാനസികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പയ്യൻ എന്തോ അബദ്ധങ്ങളും കാര്യങ്ങളും പറ്റിയതായിരിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന് ആങ്കറിന് കൊടുത്ത മറുപടിയാണ് ഇപ്പൊ കേട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി വ്ലോഗ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ആൻസറബിൾ ആയിരിക്കണം അല്ലേ? ഇതാണ് പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ലോഗേഴ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്. അവരുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടില്ലായിരുന്നു. അവരുടെ ഒരു ഡെലിവറി സമയത്തായിരുന്നു ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ബാക്കി കൂടെ കേൾക്കാം. ഈ കമന്റ് കണ്ടായിരുന്നു, ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് വിഷമം വന്നു. കാരണം ഇങ്ങനെയുള്ള കമന്റ്, അതും ഇത്രയും നാലാളറിയ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഈ ബ്ലോഗ് ഒന്നും ചെയ്യാതെയോ, അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആക്ച്വലി വിഷമം വന്നു. കണ്ടില്ലേ, അതിനകത്ത് ആ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ പറയുന്ന കേട്ടില്ലേ നിങ്ങൾ? 4 ആളറിയെ ഇങ്ങനെയുള്ള ഒരു കല്യാണം കഴിപ്പിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലെന്ന്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കറക്റ്റ് അല്ലേ ആ പയ്യൻ പറയുന്നത്? അഥവാ അങ്ങനെ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആരും അറിയിക്കേണ്ട, കല്യാണം കഴിപ്പിച്ചാൽ പോരെ? ഇത്രയും എല്ലാവരെയും വിളിച്ച് കൊട്ടിക്കൊഴിപ്പിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതിന്റെ ആവശ്യം വരുന്നില്ല. ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞു ഇവരങ്ങനെ വരെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഞങ്ങളത് വിട്ട്, ഞാൻ ഇതുവരെ അമ്മയടുത്ത് ഞാൻ പറയാം, അമ്മ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമന്റ് വരെ വന്നു തുടങ്ങുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേനും അമ്മയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ചെറിയൊരു അബദ്ധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഈ വളകാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നടത്താൻ ഉദ്ദേശിച്ചതല്ല. ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് പറഞ്ഞു, അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഡേറ്റോ മാസവും ഒന്നും നോക്കിയില്ല. ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല. 5 മാസപ്പോഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ. ഇത് നമ്മളത് ചിന്തിച്ചില്ല. ഇവളുടെ ആഗ്രഹം പറഞ്ഞു, നമ്മളതങ്ങ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളകാപ്പ് എന്ന് പറയുന്ന സംഭവം 6-7 മാസത്തിലെങ്ങാണ്ടല്ലേ ചെയ്യുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ വയ്യ. പ്രത്യേകിച്ച് ഈ വളകാപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മേ ബി ആഗ്രഹത്തിന്റെ പുറത്ത് അവർ ചിലപ്പോൾ പെട്ടെന്ന് നടത്തിയതായിരിക്കാം. ബാക്കി ഇവിടെ കേൾക്കാം. ഇപ്പം വീട്ടിൽ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളിത് ചെയ്യണമല്ലോ. എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇവള് വന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്ത് അത് സത്യത്തിൽ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്നത് അല്ലേ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെയ്ത്
പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാ അത്. ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അവൻ പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു. അത് ഞങ്ങൾ ട്രസ്റ്റ് വെച്ചിട്ട് നടത്തി. ഞങ്ങളുടെ അവിടുത്തെ അമ്മമാര് അവിടുത്തെ കുഞ്ഞുങ്ങള് എല്ലാം മഞ്ഞളൊക്കെ തേച്ച്, ആളില്ലല്ലോ നമുക്ക് ഇവളെ വിളിച്ചോണ്ട് പോകാൻ ഇവരുടെ വീട്ടിൽ നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ വെച്ചേ ചെയ്യത്തുള്ളായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തതേ ആ ഒരു കാരണം കൊണ്ട്. അവളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം ഇതിനിടയ്ക്ക് വരൂ എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ടേ വരും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അറബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടിരിക്കുക. അപ്പൊ പോക്സോ കേസിലോട്ടൊക്കെ പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നാട്ടുകാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ അമ്മ, അതായത് ആ വിഷ്ണുവിന്റെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ 7ാം മാസത്തിൽ പ്രസവിച്ച കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് പ്രസവിച്ചത്, അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം. അതാ വാസ്തവം. 5 monthsലാണോ നടത്തിയത്? 5ാം മാസം കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞാണ് നടത്തിയത്. ഓക്കെ. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്ന കമന്റ് ആണ്, 7 മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ, എന്താണ് അതിന്റെ പിറകില്, ചുമ്മാ കള്ളത്തരമാണ്, നിങ്ങൾ പറ്റിക്കായിരുന്നു സമൂഹത്തിനെ എന്നൊക്കെയാണ്. ഇവരെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസമല്ല, ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാൽ, ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ്, അവളോട് തന്നെ ചോദിക്കാം, ബാത്റൂമിൽ ഒന്ന് വീണപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാ പോയത്. ഇപ്പം എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത്. കൊല്ലത്ത് പോയപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ. ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി, ആശുപത്രി കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന്, അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ, ബാത്റൂമിനകത്ത് തെന്നി വീണിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുകയും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രൂവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഓരോരുത്തർ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വന്നിടുമ്പോഴത്തേക്കും അതൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കത്തിക്കേറി അങ്ങ് പോകും. അതൊക്കെ പേഴ്സണലി നിങ്ങളൊക്കെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. എന്തുകൊണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.